ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ LPP പ്രോബ്ലം സോൾവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോബ്ലമാണ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ഗ്രാഫിക്കലി ദി ഫോളോയിങ് പ്രോബ്ലം. മാക്സിമൈസ് z ഈക്വൽ ടു 22x1 പ്ലസ് 18x2 സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. ഈ 3 കൺസ്ട്രെയിൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ടെണ്ണമാണ് ഏത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. ഈ താഴത്തെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഏത്, മാക്സിമൈസ് z ഈക്വൽ ടു 22x1 പ്ലസ് 18x2. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മാക്സിമൈസേഷൻ ആണെങ്കിൽ എന്താണ്, അത് പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഏത് വരിക, മാക്സിമൈസേഷൻ കേസ് വരിക. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ആദ്യം ഈ തന്നിരിക്കുന്ന ഇൻഈക്വാലിറ്റീസിനെ ഈക്വൽ സിമ്പിൾ വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീറൈറ്റ് ദി കൺസ്ട്രെയിൻറ്റ്. നമ്മൾ ഇവിടെയുള്ള കൺസ്ട്രെയിൻറ്റ് നമുക്ക് റീറൈറ്റ് ചെയ്യുക, കൺസ്ട്രെയിൻറ്റ് ആസ് ഇക്വേഷൻ. എങ്ങനെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 48. അതേപോലെ തന്നെ x1 പ്ലസ് x2 ഈക്വൽ ടു 20. ഓക്കെ, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്, അത് മാറ്റിയിട്ടില്ലെങ്കിലും വിഷയം വരുന്നില്ല. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ഓരോന്നിനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3x1 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു 48. 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 48. അപ്പോൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 2 വാല്യൂസ് എങ്കിലും വേണം. 2 വാല്യൂസ് നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് കൊടുക്കും, x1ന് 0 കൊടുക്കുക. when x1 ഈക്വൽ ടു 0, x1 0 ആകുമ്പോൾ നമ്മളെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, 3 into 0, 0 plus 2x2 is equal to 48 വരും. which implies 2x2 48 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ BNM പഠിച്ചിട്ടുണ്ടാവും. 2x2 48 ആണ്. ഇതിൻ്റെ അകത്ത് x2 ഈക്വൽ ടു എന്താണെന്ന് വരും, 48 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 24. അപ്പോൾ നമ്മളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെയാണ് x1 x2 ആണ് നമ്മളൊരു പോയിന്റ്. x1 x2 എന്ത് വരും, x1 നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുന്നത്, x2 എന്താണ് 24 ആണ് വരിക. അപ്പോൾ ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത 2 കോർഡിനേറ്റ് മിനിമം വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, x2ന് 0 കൊടുക്കുക. when x2 ഈക്വൽ ടു 0, x2 0 എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, 3x1 പ്ലസ് 0 ഈക്വൽ ടു 48. ഓക്കെ, which implies 3x1 ഈക്വൽ ടു 48. 3x1 48 ആണെങ്കിൽ x1 ഈക്വൽ ടു എന്ത് വരും, 48 ഡിവൈഡഡ് ബൈ 3 വരും. 48 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരിക, 16. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ്സും കൂടി കിട്ടി. അപ്പോൾ പോയിന്റ് എങ്ങനെയാണ്, x1 x2 ആണ് വരിക. അപ്പോൾ x1 നമുക്ക് കിട്ടിയത് എത്രയാണ്, 16, x2 എത്രയാണ്, 0. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് നമ്മളെ കയ്യിൽ കിട്ടി. ഏതൊക്കെയാണ്, 0 24 എന്നുള്ള പോയിന്റും 16 0 എന്നുള്ള പോയിന്റും. അപ്പോൾ ആ 2 പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാഫ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, 0 24ഉം 16 0. അപ്പോൾ 16 0 എന്ന് പറയുമ്പം 16 ഈ ആക്സിസിലാണ്, അതായത് നമ്മൾ x1ഉം ഇത് x2 ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 0. അപ്പോൾ x1 16, ഇവിടെ 15, ഇതാണ് നമ്മൾ x1 ആക്സിസ് വരുന്നത്. അപ്പോൾ x1 16 ആണ് വരുന്നത്. അപ്പോൾ 15 കഴിഞ്ഞു, ഇവിടെ എന്ത് മാർക്ക് ചെയ്യുക, 16. അപ്പോൾ ഈ ഒരു പോയിന്റ് 16 0, ഈ പോയിന്റാണ് ഏത് വരിക, 16 0 വരിക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു, 0 24. 0 24 എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക, x1 0, അതായത് ഇവിടെയാണ് x1 വരുന്നത്. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 24 ആണ്. ഇവിടെ 25 ആണുള്ളത്.
നമുക്ക് വേണ്ടത് 24. ഇപ്പോൾ കുറച്ചും കൂടി താഴോട്ടാണ് 24. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 0, 24. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതിന് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫിൽ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ മേലെ ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതി കളയാം. അങ്ങനെ ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ 3x1 + 2x2 = 48. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഈ പോയിന്റ് 16, 0, ഈ പോയിന്റ് 16, 0, അതേപോലെ തന്നെ ഇത് 0, 24. 2 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ പ്ലോട്ട് ചെയ്തു. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ റെഡിങ്കിൽ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. രണ്ടാമത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്താ? x1 + x2 = 20. x1 + x2 = 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when x1 = 0, x1 0 implies x2ൻ്റെ വാല്യൂ എന്ത് വരും? 20. 0 + x2 = 20. അപ്പോൾ x2 എന്താണ്? 20 വരും. അപ്പോൾ നമ്മളെ പോയിന്റ് എന്താ വരിക? x1 x2 എന്നുള്ള പോയിന്റ് 0, 20 വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? x2ന് 0 കൊടുക്കുക. when x2 = 0, ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ 0 കൊടുക്കുന്ന മെത്തേഡ്. നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ വരക്കാം. പക്ഷെ നമുക്ക് മിനിമം എത്ര പോയിന്റ്സേ വേണ്ടൂ? 2 പോയിന്റ്സ്. അത് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്താൽ മതി. കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊന്നും കിട്ടില്ല. അപ്പോൾ x2 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x1 + 0 = 20. x1 + 0 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x1ൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ നമ്മൾ ഓർഡേർഡ് പെയർ, അതായത് കോർഡിനേറ്റ് എന്താ വരിക? x1 x2 = 20, 0. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. 0, 20യും 20, 0. അതും നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഏതാണ് വാല്യൂ? 20, 0. അതേപോലെ തന്നെ 0, 20. 20, 0. അപ്പോൾ x1ൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ 20, 0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ആ പോയിന്റ് വരിക. ഏത് പോയിന്റ്? 20, 0 എന്നുള്ള പോയിന്റ്. ഇനി 0, 20. 0, 20 എന്ന് പറയുമ്പോൾ 0ന് കറസ്പോണ്ട് x1 0 ആണ് വരുന്നത്. ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ y വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടൂല. നമ്മൾ ഗ്രാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് പേപ്പറിലൊക്കെ വരക്കണം എന്നാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് തന്നെ നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ഈ ഗ്യാപ്പെല്ലാം കറക്റ്റ് ആക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുക. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് 20, 0 എന്നുള്ള പോയിന്റും ഉണ്ട്, 0, 20 എന്നുള്ള പോയിന്റും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ വരിക. അടുത്ത ഇക്വേഷൻ അപ്പം തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ മേലെ ആ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എന്തായിരുന്നു? x1 + x2 = 20. അപ്പോൾ 2 ഇക്വേഷൻ എഴുതി, 2 പോയിന്റ്സ് നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഏത് ടൈപ്പാണ്? 3x1 + 2x2 ≤ 48. അതായത് അതേപോലെ തന്നെ x1 + x2 ≤ 20 ആണ്. രണ്ടും ≤ ആണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഗ്രാഫിൽ ഇതിൻ്റെ വാല്യൂ 2x1 + 2x2 എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ് നമുക്ക് വരിക. ഓക്കെ, ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ ഏതാണ് വരിക? നമ്മൾ ഞാൻ പറയുന്ന ഈ ഒരു പോർഷനാണ് വരിക. അത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്തെടുക്കുക. ഓക്കെ, പുറത്തോട്ട് പോയത് ഈ ഒരു റീജിയനാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ വരിക.
ഫീസിബിൾ റീജിയൻ എന്താ? നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഈ രണ്ടും അതായത് ഈ രണ്ട് ഇക്വേഷൻ ഇല്ലേ, 3x1 + 2x2 = 48 x1 + x2 = 20, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ റീജിയൻ ≤ ആണ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. ഇത് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പോയിന്റ് ഇത് 0, 0 ആണ്. പിന്നെ ഈ കോർണർ പോയിന്റ് അത് എത്രയാണ്, 16, 0, അത് ഓൾറെഡി നമുക്കറിയാം. പിന്നെ ഒരു കോർണർ വരുന്നത് ഈ ഒരു പോയിന്റാണ്, അത് നമുക്കറിയില്ല. പിന്നെ ഒരു പോയിന്റ് ഈ ഒരു ഇതാണ് വരുന്നത്, അതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഞാൻ പേര് കൊടുക്കുക, O A B C. ഓക്കെ, ഇങ്ങനെ ഞാൻ 4 കോർണർ പോയിന്റ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, ഒരു ടേബിൾ വരച്ചിട്ട് അതിൽ പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുക. അപ്പോൾ ടേബിളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പോയിന്റും z വാല്യൂ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ പോയിന്റ് z വാല്യൂ, ഇപ്പം അതായത് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കോർണർ പോയിന്റ് ആണ്. പിന്നെ z-ൻ്റെ വാല്യൂ, z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു, 22x1 + 18x2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് O ആണ്, അതായത് 0, 0 ഒറിജിൻ എന്നുള്ള പോയിന്റ്. പിന്നെ ഉള്ളത് A B C, ഈ 3 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16, 0, അതിവിടെ മാർക്ക് ചെയ്യുക, 16, 0. ബിൻ്റെ വാല്യൂ, ബി നമുക്ക് അറിയില്ല, ബി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സി എത്രയാണ്, 0, 20. ഓക്കെ, അതിവിടെ 0, 20. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്, ബിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ബി എന്നുള്ള പോയിന്റ് എവിടെയാണ് വരുന്നത്, ഈ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയിട്ടാണ് ഏത് വരുന്നത്, ബി എന്നുള്ള പോയിന്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാം ഇക്വേഷൻ വെച്ചിട്ട്. അപ്പം ഫോർ ഫൈൻഡിങ് ബി, നമുക്ക് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 3x1 + 2x2 = 48 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷനും, പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് x1 + x2 = 20, ഈ രണ്ട് ഇക്വേഷനാണ് നമുക്കുള്ളത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് x1-ൻ്റെയും x2-ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ x1-ൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക. കോഎഫിഷ്യൻ്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ എടുത്തിട്ടില്ല. ഓക്കെ, x1-ന് ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ 1 ആണ് വരുന്നത്. ഒന്നുകിൽ അത് സെയിം ആക്കുക, അല്ലെങ്കിൽ x2-ൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ x1-ൻ്റെത് സെയിം ആക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 2-ന് ഞാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 എന്നുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നാലേ ഇവിടുത്തെ 3 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, 3x1 + 3x2 എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക = 20 × 3 എന്ത് വരും, 60. ഓക്കെ, ഇത് നമ്മളെ പുതിയ ഇക്വേഷനാണ്. പിന്നെ പഴയ ഇക്വേഷൻ, അതായത് 3x1 + 2x2 = 48, അതായത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ 3-ന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യുക. അപ്പോൾ 3x1 മൈനസ് ചെയ്താൽ 0 ആണ്. 3x2 - 2x2 എന്ത് വരും, 1x2 = 60 - 48. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, അത് 0 ആയിപ്പോവും. അതുകൊണ്ടാണ് കോഎഫിഷ്യൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തത്.
അപ്പോൾ x2 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എത്ര വരിക 60 മൈനസ് 48 അതായത് 12 വരും. ഓക്കെ, x2 12 ആണെങ്കിൽ നമ്മൾ x1ൻ്റെ വാല്യൂ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിലെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് when x2 is equal to x2ൻ്റെ വാല്യൂ when x2 equal to 12 x2ൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ x1ൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുക. x1 പ്ലസ് x2 ഈക്വൽ ടു 20ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? x1 പ്ലസ് x2 ഈക്വൽ ടു 20 ആണ്. ഇതിൻ്റെ അകത്ത് എന്ത് വരും? x1 പ്ലസ് 12 ഈക്വൽ ടു 20. ഇതിൻ്റെ അകത്ത് അതേപോലെ എന്ത് വരും? x1 ഈക്വൽ ടു 20 മൈനസ് 12 ഈക്വൽ ടു 8 വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി വേറെ എന്താ വരിക? x1 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോർണർ പോയിന്റ് 8 12 ആണ് നമ്മളെ ബി എന്നുള്ള പോയിന്റ് വരിക. ഓക്കെ, അത് ഇവിടെ എഴുതിയത് ഏതായിരുന്നു കിട്ടിയിരുന്നത്? 8 12 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8 12. ഇനി ഓരോ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ z വാല്യൂ എന്താ വരിക? z ഈക്വൽ ടു x1 22 ഇൻറ്റു 0 പ്ലസ് 18 ഇൻറ്റു 0. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 0. അടുത്ത z-ൻ്റെ വാല്യൂ 22 ഇൻറ്റു 16. x1ന് ഈ വാല്യൂ കൊടുക്കുക 16, x2ന് 0 കൊടുക്കുക. ഓക്കെ, പ്ലസ് 18 ഇൻറ്റു 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 352. ഇനി ഇതിൻ്റെ z വാല്യൂ ഇപ്പോൾ ഇവിടെ എന്താ വരിക? 22 ഇൻറ്റു 8 പ്ലസ് 18 ഇൻറ്റു 12. ബി എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ ആണ്. അത് കിട്ടുന്നത് 394 ആണ്. കാൽക്കുലേറ്ററിൽ 392 ആണ്. 392. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റത്തെ അതേമാതിരി എന്ത് വരും? z ഈക്വൽ ടു 22 ഇൻറ്റു 0 പ്ലസ് 18 ഇൻറ്റു 20. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 360 ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വാല്യൂസിൽ ഏതാണ് ഏറ്റവും വലുത്. വലുത് നോക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്? മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ എത്രയാണ് ഇതിൽ വരുന്നത്? മാക്സിമം വാല്യൂ 392 ആണ്. അതിൻ്റെ പോയിന്റ് ഏതാണ്? 8 12 എന്നുള്ള പോയിന്റ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്താ വരിക? നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? മാക്സിമം വാല്യൂ ഈസ് 392 അറ്റ് ദി പോയിന്റ്. ഏത് പോയിന്റില്ല? അറ്റ് ദി പോയിന്റ്, അതായത് കോർണർ പോയിന്റ്സിൽ മാത്രമേ ഒന്നുകിൽ മാക്സിമം വാല്യൂ വരും, മിനിമം വാല്യൂ വരുള്ളൂ. ഇവിടെ 4 കോർണർ പോയിന്റ്സ് ഉണ്ടായിരുന്നത്. അതിൽ മാക്സിമം കിട്ടിയിരിക്കുന്നത് 392 ആണ്. ഏത് പോയിന്റിൽ? ബി എന്നുള്ള പോയിന്റിൽ, ബി 8 12 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ദ മാക്സിമം വാല്യൂ എന്താ വരിക? 392. ഏത് പോയിന്റിൽ? 8 12 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, താങ്ക് യു.